നമസ്കാരം സുഹൃത്തുക്കളെ, ഉമയനല്ലൂരിലെ അണ്ടർപാസിലെ വികസന പ്രവർത്തനങ്ങൾ കാണുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ പള്ളിമുക്കിനും ചങ്ങാംകുളങ്ങരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്തായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് നേരെ ചങ്ങാംകുളങ്ങര ഭാഗത്തേക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വഴി കൂടെ കുറച്ച് നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കരുനാഗപ്പള്ളിയിലെ ഭാഗത്തേക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇതുവഴി പോകുമ്പം കുറേ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ടുള്ള പണിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസങ്ങൾ ഞാൻ നോക്കി ടാറിങ് കിടക്കുന്ന സമയത്ത് ഡ്രോൺ വീഡിയോ എടുക്കാമെന്ന് കരുതി. പക്ഷേ അവർ രാത്രി സമയത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ് പണി അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ നോക്കുന്നത് ചങ്ങംകുളങ്ങര ഭാഗമാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ പള്ളിമുക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്. പണി അത്യാവശ്യം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയും പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തായിട്ട് ടൗൺ ഭാഗത്തായിട്ട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡിൻ്റെയൊക്കെ പണി കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുണ്ട്. നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പം ഇടതുഭാഗത്തായിട്ടാണ് വലിയകുളങ്ങര ക്ഷേത്രം ഉള്ളത്. അപ്പം നേരെ നോക്കുന്നത് പള്ളിമുക്ക് ഭാഗത്തേക്കാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ കല്ലൂർമുക്ക് അവിടെയാണ്. പിന്നെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ഇനിയും ടാറിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ മെഷീനൊക്കെ നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പം കാണാൻ പറ്റും. മാത്രമല്ല കരുനാഗപ്പള്ളിയിൽ രണ്ടാം ഘട്ട പൈലിംഗ് വർക്കുകൾ അടുത്ത സൈഡിലായിട്ട് വരുന്ന തൂണിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പം കുറച്ചും കൂടെ സൈഡിലോട്ട് മാറ്റി ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പം കുറച്ച് യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വർക്ക് ആക്റ്റീവായിട്ട് നടന്നതിന് ശേഷം നമുക്ക് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പേ തന്നെ നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ളൊരു വീഡിയോ ചെയ്യും. ചിലപ്പം കൊല്ലം ബൈപ്പാസും കൂടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പാരിപ്പള്ളി ഭാഗമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പണി അവിടെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് 2-3 വർഷം മുമ്പേ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. സ്ഥലം നമ്മുടെ കൊട്ടിയം കഴിഞ്ഞിട്ട് നമ്മൾ ഉമയനല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന കുറച്ച് നാളിന് മുമ്പുള്ള കാഴ്ചയാണ്. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് ആഗസ്റ്റ് 10, 2022 കുറേ പ്രവാസികളുടെയൊക്കെ മനസ്സിൽ ഉള്ള കാഴ്ചകൾ ഇതായിരിക്കും. നാട്ടിൽ ഇതുവരെയായിട്ടും വരാൻ പറ്റാത്ത പ്രവാസികളുടെ മനസ്സിലുള്ളതും ആയിട്ടുള്ള കാഴ്ചകൾ ഇതായിരിക്കും. ഉമയനല്ലൂരിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള കാഴ്ചയാണ്. ഒരുപാട് മരങ്ങളും പോസ്റ്റുകളും പഴയ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളിപ്പം വലത്തേ സൈഡിലായിട്ടൊരു പള്ളിയുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ അടുത്തൊരു പള്ളി വരുമ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അന്നത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പം കുറച്ച് വീഡിയോ കളക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ പഴയ കാഴ്ചകളൊക്കെ കാണുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തേച്ച് ആ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു പള്ളി വലത്തേ സൈഡിൽ കാണാം. ഇതിൻ്റെ ഭാഗത്തായിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ഉമയനല്ലൂരിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറേ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അന്നത്തെ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അന്ന് മൊബൈൽ ഹോൾഡർ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് മൊബൈലിനകത്തെടുത്ത് വീഡിയോ ആണ്. ഇനി നമ്മൾ വരാൻ പോകുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമയനല്ലൂരിലെ തന്നെ ജനുവരി 12, 2023 കാഴ്ചയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ബിൽഡിങ്ങുകൾ പൊളിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ജനുവരി 12, 2023 കാഴ്ചകൾ ഇങ്ങനെയാണ്. അപ്പം പകുതിയോളം ഭാഗത്തായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കമ്പികൾ ഉയർത്തിയിട്ട് പകുതിയോളം കോൺക്രീറ്റിൻ്റെ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പകുതി നിർമ്മാണ പ്രവർത്തനങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് അന്ന് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലത്തായിട്ട് തന്നെ മണ്ണൊക്കെ മാറ്റുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അന്നും കുറേയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനൊക്കെ ആയിട്ട് ബാക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പോസ്റ്റും ഒന്നും അന്ന് എടുത്തു മാറ്റിയിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച സെപ്റ്റംബർ 15, 2023 കാഴ്ചയാണ്. നമ്മൾ മേവറം ഭാഗത്ത് നിന്ന്
കുട്ടിയം ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ്. പകുതിയോളം അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണ് അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മുടെ പഴയ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇതാണ് അന്നത്തെ കാഴ്ചകൾ. കുറേയൊക്കെ പണിയൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ടായിരുന്നു. മണ്ണടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന്. വലതുഭാഗത്ത് മാത്രമായിട്ടായിരുന്നു 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി വെച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അന്നത്തെ കാഴ്ചകൾ. സെപ്റ്റംബർ 15, 2023 കാഴ്ചകൾ. ഇനി നമ്മൾ ജൂൺ 1, 2023 കാഴ്ചകളാണ് കാണുന്നത്. അന്ന് നമ്മൾ ഡ്രോൺ വാങ്ങി. ആദ്യത്തെ ഡ്രോൺ കാഴ്ചകളാണ് നമ്മളിപ്പം ഉമേനല്ലൂരിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അന്ന് കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലുമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പണി നടക്കുന്നുണ്ട്. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അന്ന് നമുക്ക് കാണാം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ കൾവർട്ടിൻ്റെയൊക്കെ നിർമ്മാണം കുറച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്നും ഇതേപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെയായിരുന്നു പണി കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. 2 ഭാഗത്തും റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട്. ഇതായിരുന്നു അന്നത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നവംബർ 13, 2023 കാഴ്ചകളാണ്. അടുത്ത 2ാമത്തെ ഡ്രോൺ വീഡിയോ ആണ് നമ്മുടെ കാണാൻ പോകുന്നത്. കുട്ടിയും കഴിഞ്ഞേച്ചുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും നമ്മൾ കാണുന്നത്. അന്ന് കുറച്ച് കഴിഞ്ഞേച്ചാണ്. അന്ന് കുറച്ച് പണി ആക്റ്റീവായിട്ടല്ലായിരുന്നു. കുറച്ചൊക്കെ പോച്ചയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ കുറച്ച് പണി അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. വലതുഭാഗത്തൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ പണിയും പിന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞേച്ച് ഇടതുഭാഗത്തുകൂടിയായിരുന്നു കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. പഴയ റോഡ് അന്നേരവും പൊളിച്ചിട്ടില്ല. അന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 13 ബാക്കി പകുതി അണ്ടർപാസിൻ്റെ ബാക്കി പകുതിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം അവിടെ വലത് ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് റോഡിൻ്റെ പകുതിയോളം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ റിട്ടേണിംഗ് വാൾ ഉയർത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇടതു ഭാഗത്തും അതേപോലെ മണ്ണൊക്കെ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിട്ടുള്ള പണി തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഫെബ്രുവരി 21, 2024 കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. നേരെ ഇനി ഫെബ്രുവരി 21 കാഴ്ചയിലേക്ക് പോകാം. വീണ്ടും നമ്മൾ കൊട്ടിയം കഴിഞ്ഞ് നേരെ ഉമേനല്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. 2 സൈഡിലും ഇതേപോലെ തന്നെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം കുറച്ച് ഫിനിഷായിട്ടുണ്ട്. അന്ന് മണ്ണടിച്ച് നികത്തി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി പകുതിയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം 2 ഭാഗത്തും ഇതേപോലെ മണ്ണടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗം റോഡ് ടാർ ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച മെയ് 6, 2024 കാഴ്ചയാണ്. അന്ന് കുറേ കൂടി ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും കുറേ നീളത്തിൽ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് കഴിഞ്ഞിരുന്നത്. ടാറിങ് കഴിഞ്ഞിട്ടില്ല. 2 സൈഡിലും അന്നേരവും വാഹനങ്ങൾ അപ്പുറത്തൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. മുമ്പോട്ട് പോകുന്ന ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ടാറിങ് കൂടി കഴിഞ്ഞിട്ട് ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഗർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഗർഡർ. ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 28, 2024 കാഴ്ചകളാണ്. അന്ന് കുറച്ചും കൂടെ പണി പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ തന്നെ ടാറിങ് വർക്കുകൾ കുറച്ച് ഫിനിഷ് ആയതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ പണി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. അന്നത്തെ കാഴ്ചകളിൽ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല. അതായിരുന്നു ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്ത് നവംബർ 24, 2024 കാഴ്ചകളാണ്. ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2024 നവംബർ 24 കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. അപ്പം ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കൊട്ടിയം ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇടത്തെ സൈഡിൽ കൂടി കാണുന്ന 3 വരിക്ക് പോകുന്ന വഴി കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡ്രോൺ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അവിടെ വർക്ക് തുടങ്ങിയപ്പോഴാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം ഭാഗത്തോടുള്ള വാഹനങ്ങൾ വലത്തെ സൈഡിൽ കാണുന്ന സർവീസ് റോഡിൽ നിന്ന് നേരെ ഇടതുഭാഗത്തുള്ള 3 വരിക്കുള്ള പാതയിൽ കൂടി കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതുവരെയുള്ള ഉമേനല്ലൂരിലെ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.
പുതിയ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കൂടെ വരുന്ന ചങ്കിന് ചെറിയൊരു പനിയുണ്ട്. അപ്പം അവൻ്റെ പനി ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ ആയി ഉടനെ എത്തുന്നതായിരിക്കും.